ശ്രുതിസ്മൃതിഃ പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകതം തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. യാ കുന്ദേന്ദുതുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഢ്യാപഹ. ഖഡ്ഗം ചക്രഗദേഷു ചാപപരിഘാൻ ശൂലം ഭുശുണ്ഡിം ശിര ശംഖം സംദധിം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം നീലാശ്മദ്യുതിമാസ്യ പാദദശകാം സേവേ മഹാകാളിയാം യാമസ്തു സ്വപിദേഹരൗ കമലജോ ഹന്തും മധും കൈഡഭം. ശ്രീ മഹാദേവി നമഃ. ചമ്പകാശോക പുന്നാഗ സൗഗന്ധികലസൽക്കചായ ഒരുപാട് പദങ്ങളുള്ള ഒരു നാമമാണത്. അതാണ് വാഗ്ദേവതമാരുടെ ഒരു പ്രത്യേകത എന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പൗനരുക്ത്യ ദോഷങ്ങളില്ലാതെ വളരെ മനോഹരമായിട്ടാണ് വാഗ്ദേവതമാര് ലളിതാ സഹസ്രനാമം രചിച്ചിട്ടുള്ളത്. ഈ കണ്ട നാമങ്ങൾക്കൊന്നും അപീച എന്ന് പറഞ്ഞ അവ്യയങ്ങളൊന്നും ചേർത്തിട്ടില്ല. നിജ അരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല എന്ന് കഴിഞ്ഞാൽ അതിന് എത്ര നാമങ്ങളാ നോക്കൂ. അത് കഴിഞ്ഞ് ചമ്പക അശോക പുന്നാഗ സൗഗന്ധിക ലസൽക്കജ, എത്ര മനോഹരമായിട്ടുള്ള ഒരു വരിയാന്ന് നോക്കൂ. അതായത് ഈ പുഷ്പങ്ങളെ കുറിച്ചൊക്കെയാണ് ഇതിലെ പറയുന്നത്. ചമ്പകം, അശോകം, ചമ്പക, അശോകം, ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം എന്നുവെച്ചാൽ കൽഹാര പുഷ്പങ്ങളെ കുറിച്ച് പറയാറുണ്ട്. സൗഗന്ധികം എന്ന് പറയാം. ഈ നമ്മളെ ഭീമനൊക്കെ പോയില്ലേ കൊണ്ടുവരാൻ, സൗഗന്ധികം വളരെ സൗരഭ്യമേറിയിട്ടുള്ള ഒന്നാണത്. അപ്പോ കൽഹാരം, പിന്നെന്താണ് സൗഗന്ധികം, ലസത് കജ. കജ എന്ന് പറഞ്ഞാല് മുടിയ എന്നാണ്. കജം മുടി. ലസത്ത് എന്നൊക്കെ പറഞ്ഞാല് ശോഭിക്കുന്ന എന്നാണ്. ഇപ്പൊ ഭഗവതിയുടെ മുടിയില് വെച്ചിരിക്കുന്ന പുഷ്പങ്ങള് സൗഗന്ധമേറിയ സുഗന്ധപൂരിതമായിരിക്കുന്ന പുഷ്പങ്ങളെ കുറിച്ചാണ് ഇനി ശിരസ് മുതലുള്ള വർണ്ണനകൾ തുടങ്ങുകയാണ്. അതായത് ശിരസ് മുതൽ പാദം വരെയാണ് ദേവിമാരുടെ ആ വർണ്ണന. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇനി ശിരസ് മുതലുള്ള ഇതിനെ നോക്കുകയാണ്. ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസൽ കജ. കജം എന്ന് പറഞ്ഞാൽ തലമുടി. ആ തലമുടി ശോഭിക്കുന്നത് ഏതൊക്കെ പുഷ്പങ്ങൾ വെച്ചിട്ടാണ്? ചമ്പക പുഷ്പമുണ്ട്, അശോക പുഷ്പമുണ്ട്, പുന്നാകം എന്ന് പറഞ്ഞ ഇതുണ്ട്, സൗഗന്ധികം എന്നുള്ള ഇതുണ്ട്. ഇതൊക്കെ വെച്ചാണ്. അതുകൊണ്ട് ലസത്തായിട്ടുള്ള ഈ ചമ്പകവും അശോകവും പുന്നാകവും സൗഗന്ധികവും ഒക്കെ വെച്ചിട്ട് ലസത്തായിട്ടുള്ള കജമാണ്, മുടിയാണ് ഭഗവതിയുടേത് എന്ന് മനസ്സിലാക്കുക. ശിരസില് ആ തലമുടിയില് വെച്ചിരിക്കുന്ന പുഷ്പങ്ങളെ കുറിച്ചാണ് വാഗ്ദേവതമാര് വർണ്ണിക്കുന്നത്. ഇതിൽ ഏതൊക്കെ പുഷ്പമാണ്? ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം. ഇങ്ങനെയുള്ള പുഷ്പങ്ങളാൽ ലസത്താണ്, ആ ലസത്തായിക്കൊണ്ട് ശോഭിക്കുന്ന തലമുടിയാണ് ഭഗവതിക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. ഉപാസനാമൂർത്തികളെയൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോ പ്രാർത്ഥിക്കുമ്പോ എന്താണ്? കേശാദിപാദമായിട്ട് ഒക്കെ ആണ് വർണ്ണിക്കുക. തലമുടിയിൽ തുടങ്ങുക.
കാലുകൾ വരെയും അല്ലെങ്കിൽ പാദാദികേശമായൊക്കെ വർണ്ണിക്കാറുണ്ട്. ഒരു സമ്പ്രദായം കേശാദിപാദം അല്ലെങ്കിൽ പാദാദികേശം, ഇങ്ങനെ രണ്ടു തരത്തില് പറഞ്ഞു. ഇവിടെ ഭഗവതിയെ വർണ്ണിക്കുന്നത് കേശാദിപാദമായിട്ടാണ്, കേശം മുതലാണ് വർണ്ണിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാമം ഇവിടെ കൊടുക്കാൻ കാരണം. ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക, ലസൽക്കജ. ഇതൊക്കെ ചൊല്ലുമ്പോ വളരെ സ്പഷ്ടമായിട്ട് വേണം ചൊല്ലാൻ. മനസ്സിലാവുന്നുണ്ടോ? അത് പദങ്ങൾ അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് മുറിച്ച് പറയുന്നത്. ചമ്പകം, അശോകം, പുന്നാകം, സൗഗന്ധികം. ചുക്കുത്തിപ്പലി എന്ന് പറഞ്ഞൊന്നും പഠിക്കരുത് കേട്ടോ. ചമ്പക, അശോക, പുന്നാക, സൗഗന്ധിക, ലസൽക്കജ. ഈ രീതിയിൽ വേണം ചൊല്ലി പഠിക്കാൻ. മനസ്സിലായോ? ഇപ്പോ ഇങ്ങനെയാണ് വർണ്ണിക്കാറുള്ളത്. ഒന്ന് കേശാദിപാദമായിട്ടും പാദാദികേശമായിട്ടും. അപ്പൊ കേശാദിപാദ വർണ്ണനയാണ് ഇവിടെ വാഗ്ദേവതന്മാരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഭഗവതിയുടെ മുടിയിലുള്ള പുഷ്പത്തെ കുറിച്ചാണ്, ചൂടിയിട്ടുള്ള പുഷ്പത്തെ കുറിച്ചാണ് വാഗ്ദേവതന്മാരെ വർണ്ണിച്ചിട്ടുള്ളത്. ഇതൊരു സാധാരണ നിയതമായിട്ടുള്ള നിയമമൊന്നല്ല. ഇപ്പോ ഈ നാരായണീയത്തില് പ്രസിദ്ധമായ ശ്രീകൃഷ്ണ വർണ്ണന കേശാദിപാദമാണ് അല്ലേ? അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായ അവലീലോഭനീയം എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നതാണ്. ലളിതാദേവിയെ കുറിക്കുന്ന മിക്ക സ്തോത്രങ്ങളിലും, ലളിതാ പരമേശ്വരിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്തോത്രങ്ങളിലൊക്കെ ഈ കേശാദിപാദ വർണ്ണനയാണ് സാധാരണ കാണാറുള്ളത് എന്ന് മനസ്സിലാക്കി. ഇപ്പോ ചിത്താകുന്ന എന്ന് പറഞ്ഞാൽ കേവല ബ്രഹ്മം, ജ്ഞാനാഗ്നി എന്നൊക്കെ പറയാം. ആ ചിത്താകുന്ന ആ ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് ഉദ്ഭൂതയായിട്ടുള്ള ദേവിയുടെ സ്ഥൂല രൂപത്തില് ശിരസ് ആദ്യമായിട്ട് നമ്മൾ വർണ്ണിക്കുകയാണ്. ഇപ്പോ ഈ ശിരസിനെ കുറിച്ച് പറയുമ്പോൾ കേശാദിപാദത്തില് ചിദഗ്നികുണ്ഡ സംഭൂതയായിരിക്കുന്ന, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്നും ഉദ്ഭൂതയായിരിക്കുന്ന ആ ദേവിയുടെ കേശാദിപാദ വർണ്ണനയാണ് നടക്കുന്നത്. ആ കേശത്തില് ധരിച്ചിട്ടുള്ള പുഷ്പങ്ങളെ കുറിച്ചൊക്കെ ആ വാഗ്ദേവതമാരെ വർണ്ണിക്കുന്നു. ക്ലാസ്സില് ബാക്കി നാമങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യാം.